നമ്മുടെയൊക്കെ ചെറുപ്പകാലം മനോഹരമാക്കിയ ഒരു ചിത്രമാണ് അവതാർ. ഏകദേശം നമ്മുടെ വളർന്നു വന്ന കാലഘട്ടത്തിൽ നമ്മൾ കണ്ട് അന്തം വിട്ട് ഇതെന്താണ് നടക്കുന്നത്, ഇതെന്താണ് ഒരു ലോകത്ത് ഇങ്ങനെയൊക്കെ സിനിമ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ക്യാരക്ടറൈസേഷനൊക്കെ ഉണ്ടാക്കിയെടുത്തതെന്ന് പോലും ചിന്തിച്ച രീതിയിൽ ഉള്ള ഒരു പടമാണ് അവതാർ. അന്ന് ഇറങ്ങിയ സമയത്ത് ഏകദേശം ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ പടമായിരുന്നു. പിന്നെ അത് വന്ന് അതിനെ മറികടന്നത് നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമാണ്. എൻഡ് ഗെയിമിനെ ഇപ്പം റീ റിലീസ് ചെയ്തപ്പോൾ അവതാർ വീണ്ടും മറികടന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അത് എൻഡ് ഗെയിം റീ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷം മാറായിരിക്കും. എന്നാലും ഞാൻ പറയുക, 2008 ഇറങ്ങിയ പടമാണ്. അപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ കണ്ടാണ് വേ ഓഫ് വാട്ടർ. അപ്പോൾ ഇതിൻ്റെ തേർഡ് അവതാറിൻ്റെ 3ാം ഭാഗം വരുന്നുണ്ട്. അത് ഏകദേശം നമ്മുടെ ഈ വർഷം തന്നെ റിലീസുണ്ട്. 2025 ഡിസംബർ 19 തന്നെ റിലീസുണ്ട്. അപ്പം ജെയിംസ് ക്യാമറൂണിനെ പറ്റി പറയുകയാണെങ്കിൽ ടെർമിനേറ്ററൊക്കെ എടുത്ത് ഹോളിവുഡിൽ തന്നെ ഏറ്റവും ടോപ്പ് ഒരു 5 ഡയറക്ടർമാർ എടുത്തു കഴിഞ്ഞാൽ അതിലൊരാളായിരിക്കും ജെയിംസ് ക്യാമറൂൺ. അപ്പം ടൈറ്റാനിക്കൊക്കെ പുള്ളിയുടെ ചിത്രമാണ്. ടൈറ്റാനിക്ക് അതിന് വേറെ വാക്കുകളില്ല, അത് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഈ ജെയിംസ് ക്യാമറൂൺ മെയിനായിട്ട് അറിയാമല്ലോ, അതിനകത്ത് ജെയ്ക്ക് സുള്ളി, പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഇത് മുൻ ചിത്രങ്ങളിൽ മനുഷ്യരും ആദ്യം നമ്മൾ 2008 സിനിമ കണ്ടപ്പം മനസ്സിലായി, ആദ്യം മനുഷ്യർ എന്നിട്ട് ഇവർ താമസിച്ചിരിക്കുന്ന മെയിനായിട്ടുള്ള ഏരിയയിലാണ് കൂടുതലും കനികളൊക്കെ ഉള്ളത്. അപ്പോൾ അതെടുക്കാൻ അവരെ ഒഴിപ്പിക്കണം, അതാണ് സംഭവം. പിന്നെ അവർ തമ്മിലുള്ള ശത്രുതയായി. പിന്നെ ഇവർ കടൽ തീരത്തേക്ക് പോയിട്ട് അവിടുന്ന് വാട്ടറിൽ ജീവിക്കുന്ന ആൾക്കാരുമായിട്ട് ഒന്നിക്കുവാണ്. അപ്പോൾ അവിടെ പുള്ളി വില്ലനായിട്ട് ചെന്ന് അവിടെ വിഷയം ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനല്ല. മുൻ ചിത്രങ്ങളിൽ മനുഷ്യരുമായി നടന്ന പോരാട്ടങ്ങൾക്ക് ശേഷം ഈ ഭാഗത്തിൽ നാവിഗോത്രങ്ങൾക്കിടയിൽ ആഭ്യന്തര സംഘർഷങ്ങൾക്കാണ് പ്രാധാന്യം. മനസ്സിലായില്ലേ? നാവിഗോത്രങ്ങൾക്ക് അപ്പം അവരുടെ ഒരു സെക്ഷൻ, ആ ആൾക്കാർ മനുഷ്യരുമായിട്ട് ഇവിടെ ബന്ധമില്ല, നാവിഗോത്രങ്ങൾക്കിടയിലുള്ള സംഘർഷത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആഷ് ക്ലാൻ എന്നൊരു പുതിയൊരു ഗോത്രം ഇവിടെ വരുന്നുണ്ട്. അവരുടെ നേതാവ് വരാങ്ങിൻ്റെ നേതൃത്വത്തിൽ പാൻഡോറയുടെ ആത്മാവായ എഗ്വയെ തള്ളിക്കളയുന്നു. ഇത് നാവി സമൂഹത്തിൽ ആത്മീയമായ വിഭജനങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ സിനിമയിൽ ഇവർക്കൊരു ദൈവമുണ്ട്. അപ്പോൾ ഈ അവരെ ദൈവമായിട്ട് കരുതുന്ന അത് ഒരു എയ്ത്തിസ്റ്റ് ഒരു കൺസെപ്റ്റാണെന്ന് തോന്നുന്നു. എയ്ത്തിസം കൊണ്ടുവരുവാണ് ഇവർ തമ്മിൽ. ഇടയ്ക്ക് എയ്ത്തിസം കൊണ്ടുവരുമ്പോൾ അവരുടെ ഒരു ദൈവ സങ്കല്പത്തെ ചോദ്യം ചെയ്യുമ്പോഴത്തേന് അവർ തമ്മിലുണ്ടാവുന്ന സംഘർഷമാണ് ഇതിൻ്റെ മെയിൻ തീമെന്ന് തോന്നുന്നു. അപ്പം പുതിയ ലോകങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ചിത്രത്തിൽ. പാൻഡോറയുടെ ആകാശ പ്രദേശങ്ങളിലെ പുതിയ ജീവികൾ, ജലജീവികൾ, കൂടാതെ അഗ്നിപർവ്വതങ്ങളിലെ ഭീഷണികൾ എന്നിവ ഉൾപ്പെടുത്തുന്നുണ്ട്. ജെല്ലിഫിഷ് പോലെയുള്ള എയർഷിപ്പുകളും ഹിപ്പോ പോലെയുള്ള ഫ്ലോട്ടിംഗ് ട്രാൻസ്പോർട്ടുകൾ ചിത്രത്തിൽ കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിലവിൽ നമ്മുടെ ഉള്ള ജീവികൾക്കൊക്കെ അഡാപ്റ്റേഷൻസ് വരുത്തി പുതിയ ശരീരഭാഗങ്ങളൊക്കെ വെച്ചിട്ട് പൊളിയായിട്ടായിരിക്കും ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അവതാർ സെക്കൻഡ് പാർട്ട് വലിയൊരു പോസിറ്റീവ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വലിയ സംഭവം തോന്നിയില്ല. ഫസ്റ്റ് കണ്ടത്ര വണ്ടറായിട്ട് കണ്ടില്ല. അപ്പോൾ തേർഡ് പാർട്ടെങ്കിലും അടിപൊളി ആയിരിക്കും. ആ ട്രെയിലർ എന്തായാലും 2025 ജൂലൈ 24 ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന ചിത്രത്തിൻ്റെ ഒപ്പം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും IMAX 3D ഫോർമാറ്റിൽ ട്രെയിലർ കാണാനുള്ളൊരു അവസരമുണ്ട്. എന്തായാലും ഇപ്പോൾ അവതാർ സെക്കൻഡ് പാർട്ടും ഇതുപോലെ ഒരു ഡിസംബർ മാസമാണ് റിലീസ് ചെയ്തിരുന്നത്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. അപ്പോൾ തേർഡ് എന്തൊക്കെയായാലും നമ്മൾ പോയി കാണും. ഇതൊക്കെ നമ്മൾ തിയേറ്റർ ഒരിക്കലും മിസ്സാക്കത്തില്ല. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം സമയമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.